പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ലോക നേതാക്കളും. അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുളവാക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിച്ചാണ് പുടിൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയത്. ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാനില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവിധത്തിലുമുള്ള തീവ്രവാദ ശക്തികളെയും ചെറുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പുടിൻ ഉറപ്പു നൽകി. അതേസമയം മാസങ്ങൾക്ക് മുൻപേ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ പെടുന്നനെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശം നൽകുകയാണ് പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം. ജമ്മു മേഖലയിൽ സമീപമാസങ്ങളിൽ ദുഷ്കര പർവ്വത പ്രദേശങ്ങളിൽ കൂടിയും കൊടും വനമേഖലയിൽ കൂടിയുമൊക്കെ കാര്യമായ തോതിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടെ മെച്ചമായത് ISIയെ അലട്ടുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഈയൊരു സാഹചര്യത്തിലാണ് കശ്മീരിൽ പുതിയ ഭീകരതയ്ക്ക് വേരുപടർത്താൻ ISIയിലെ ഒരു വിഭാഗത്തെ പാക് നേതൃത്വം കയറൂരി വിട്ടത്.